സ്വാഗതം പേജ് 10 സ്റ്റോറീസിലേക്ക്. ഇറാന് വേണ്ടി ഉത്തര കൊറിയൻ നേതാവ് കിം ജോങ് ഉൻ ശക്തമായി രംഗത്ത് വന്നു എന്നതാണ് ഇന്നത്തെ ഏറ്റവും ശ്രദ്ധേയമായ വാർത്ത. ഇറാൻ പറഞ്ഞാൽ ഇസ്രയേലിനെ തീർക്കാൻ ഉത്തര കൊറിയയ്ക്ക് ഒരു മിസൈൽ മതിയെന്നാണ് കിമ്മിന്റെ പ്രസ്താവന. അതേസമയം ദീർഘകാല ആക്രമണത്തിന് തങ്ങൾ സജ്ജരാണെന്ന് ഇറാൻ ഉറപ്പിച്ചു പറയുകയും ചെയ്യുന്നു. അത്യാധുനിക ആയുധങ്ങൾ ഇതുവരെ പ്രയോഗിച്ചിട്ടില്ല എന്നും കാത്തിരിക്കൂ എന്നുമാണ് ടെഹ്റാന്റെ പ്രസ്താവന. അതിനിടെ ആക്രമണം എത്രയും പെട്ടെന്ന് തീർത്തില്ല എങ്കിൽ മിസൈൽ ക്ഷാമം ഉണ്ടാകുമെന്ന് ട്രംപിന് പെൻറ്റഗൺ മുന്നറിയിപ്പ് നൽകി. അതായത് ഇറാന് ആവശ്യം പോലെ മിസൈൽ, അമേരിക്കയ്ക്ക് മിസൈൽ ക്ഷാമം. എന്തായാലും ടെൽ അവീവിൽ കനത്ത ആഘാതം സൃഷ്ടിച്ചുകൊണ്ട് ഇറാൻ ആക്രമണം തുടരുകയാണ്. ഗൾഫ് മേഖലയിലെ അമേരിക്കൻ കേന്ദ്രങ്ങളും ഇറാൻ തുടർച്ചയായി ലക്ഷ്യമിടുന്നു. അതിനിടെ ട്രംപിന്റെ ഭീഷണിയെ തള്ളി സ്പെയിൻ രംഗത്തെത്തിയിട്ടുണ്ട്. അമേരിക്കയുടെ നീക്കം അന്താരാഷ്ട്ര സംവിധാനങ്ങളുടെ പരാജയമാണെന്ന് കാനഡയും പ്രതികരിച്ചിട്ടുണ്ട്. ചൈന കടുത്ത അതൃപ്തിയിലാണെന്നുള്ള വാർത്തകളും പുറത്തുവരികയാണ്. ഇതിനിടെ ഇറാൻ പരമോന്നത നേതാവിനെ തിരഞ്ഞെടുക്കുന്നതിൻ്റെ അടുത്ത ഘട്ടത്തിലെത്തി എന്നാണ് ഔദ്യോഗിക വാർത്താ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ഇങ്ങനെ പശ്ചിമേഷ്യയുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ സാഹചര്യങ്ങളെ നോക്കിക്കാണുകയാണ് ഈ വീഡിയോയിലൂടെ. ആദ്യം ഈ കിം ജോങ് ഉൻ പറഞ്ഞത് എന്താണെന്ന് നോക്കാം. ഇസ്രയേലിന് കനത്ത മുന്നറിയിപ്പും ഭീഷണിയുമായാണ് കിം രംഗത്ത് വന്നിട്ടുള്ളത്. ഇറാനിലെ ഏതെങ്കിലും ഉത്തര കൊറിയൻ പൗരന് എന്തെങ്കിലും തരത്തിലുള്ള അപകടം സംഭവിച്ചാൽ ഉത്തര കൊറിയ യുദ്ധത്തിൽ നേരിട്ട് ഇടപെടുമെന്നാണ് കിമ്മിൻ്റെ മുന്നറിയിപ്പ്. അതായത് ഉത്തര കൊറിയ യുദ്ധത്തിന് നേരിട്ട് ഇറങ്ങും. ഇറാനിലെ വിവിധ തന്ത്രപ്രധാന മേഖലകളിലും മിസൈൽ സാങ്കേതിക വിദ്യയുമായി ബന്ധപ്പെട്ടും നിരവധി ഉത്തര കൊറിയൻ വിദഗ്ധർ പ്രവർത്തിക്കുന്നുണ്ട് എന്നാണ് കരുതപ്പെടുന്നത്. ഇവരുടെ സുരക്ഷയുടെ കാര്യത്തിലാണ് കിമ്മിൻ്റെ ഈ മുന്നറിയിപ്പ്. ഇസ്രയേലിനും അമേരിക്കയ്ക്കുമെതിരെ ഇറാനെ സഹായിക്കാൻ തങ്ങൾ തയ്യാറാണ്. ഇറാൻ ആവശ്യപ്പെടുകയാണെങ്കിൽ ആവശ്യമായ മിസൈലുകൾ നൽകാം. ഇസ്രയേലിനെ ഭൂമുഖത്ത് നിന്ന് തുടച്ചു നീക്കാൻ തങ്ങളുടെ പക്കൽ ഒരൊറ്റ മിസൈൽ മതിയെന്നും, അല്ലെങ്കിൽ തങ്ങളുടെ പക്കലുള്ള ഒരൊറ്റ മിസൈൽ മതിയെന്നും കിം ഭീഷണി മുഴക്കിയിട്ടുണ്ട്. അമേരിക്കയുടെയും ഇസ്രയേലിൻ്റെയും നടപടികളെ ഗുണ്ടായുസമെന്നും നാണമില്ലാത്ത കടന്നാക്രമണമെന്നുമാണ് കിം വിശേഷിപ്പിച്ചിരിക്കുന്നത്. ഇസ്രയേൽ ഒരു അർബുദമാണെന്ന് ഉത്തര കൊറിയൻ നേതാവ് ആവർത്തിക്കുകയും ചെയ്തു. നമുക്കറിയാം, ആരെയും വകവയ്ക്കാത്ത നേതാവാണ് കിം. പാശ്ചാത്യ രാജ്യങ്ങളെയും അമേരിക്കയും വെല്ലുവിളിച്ച് ആണവ പോർമുനയുള്ള മിസൈലുകൾ കിം തുടർച്ചയായി പരീക്ഷിക്കാറുണ്ട്. ട്രംപ് ദക്ഷിണ കൊറിയയിൽ, അതായത് ഉത്തര കൊറിയയ്ക്ക് തൊട്ടടുത്തുള്ള രാജ്യമായ ദക്ഷിണ കൊറിയയിൽ എത്തിയപ്പോൾ കിം മിസൈൽ പരീക്ഷിച്ചാണ് പ്രതിഷേധം രേഖപ്പെടുത്തിയത്. ഇങ്ങനെ ആരെയും പേടിക്കാത്ത, എന്നാൽ അമേരിക്കയെ പേടിപ്പിക്കുന്ന നേതാവാണ് കിം എന്ന് പറയാം. അങ്ങനെയുള്ള കിം ഇറാനെ സഹായിക്കാൻ ഇറങ്ങുന്നു എന്ന് പറയുന്നത് ട്രംപിനെയും നെതന്യാഹുവിനെയും ആശങ്കയിലാക്കുന്ന കാര്യമാണ്. ചൈനയും റഷ്യയും പറഞ്ഞാൽ മാത്രമാണ് കിം അനുസരിക്കാറുള്ളത്. ഇറാനുമായി ഊഷ്മളമായ സൗഹൃദമാണ് ഉത്തര കൊറിയയ്ക്ക് ഉള്ളത്. അതുകൊണ്ട് തന്നെ റഷ്യയുടെ ആശീർവാദത്തോടെ ഉത്തര കൊറിയ ഇറാനു വേണ്ടി ഇറങ്ങുമോ എന്നതാണ് ഇനി നമ്മൾ കണ്ടറിയേണ്ടത്. ഉക്രൈനെതിരായ യുദ്ധത്തിൽ റഷ്യയ്ക്ക് വേണ്ടി ഉത്തര കൊറിയയുടെ കരസേന രംഗത്തിറങ്ങിയിരുന്നു. അതിനിടെ വളരെ ശ്രദ്ധേയമായ പ്രസ്താവനയുമായി ഇറാന്റെ പ്രതിരോധ വക്താവ് റസെ തലായി രംഗത്ത് വന്നു. അമേരിക്കയ്ക്കും ഇസ്രയേലിനുമെതിരെ ദീർഘകാലം പോരാടാൻ ഇറാൻ തയ്യാറാണ് എന്നാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത്. യുദ്ധത്തിൻ്റെ ആദ്യ ദിവസങ്ങളിൽ എല്ലാ അത്യാധുനിക ആയുധങ്ങളും ഉപകരണങ്ങളും വിന്യസിക്കാൻ ഉദ്ദേശിക്കുന്നില്ല എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഇറാന്റെ പക്കലുള്ള ഏറ്റവും മാരകമായ മിസൈലുകളും ഹൈപ്പർസോണിക് ആയുധങ്ങളും ഡ്രോണുകളും ഇതുവരെ പുറത്തെടുത്തിട്ടില്ല. ആയുധങ്ങളെല്ലാം ഭൂമിക്കടിയിലെ സുരക്ഷിതമായ കേന്ദ്രങ്ങളിലുണ്ട്. അതെല്ലാം ഷെൽഫിലുണ്ട്. ആവശ്യം വരുമ്പോൾ ഉപയോഗിക്കുമെന്നും റസാത്തലായി പറയുന്നു. ഇറാൻ ഇങ്ങനെ പറയുമ്പോൾ അമേരിക്ക നേരത്തെ സൂചിപ്പിച്ചതുപോലെ ആയുധക്ഷാമത്തിലാണ്. പ്രത്യേകിച്ചും മിസൈലുകളുടെ കുറവാണ് അമേരിക്കയെ അലട്ടുന്നത്. ഇറാനുമായുള്ള സൈനിക നടപടികൾ ദീർഘകാലം തുടർന്നാൽ അമേരിക്കയുടെ പക്കലുള്ള അത്യാധുനിക മിസൈലുകൾക്ക് ക്ഷാമമുണ്ടാകുമെന്നാണ് പെൻറ്റഗൺ ഉദ്യോഗസ്ഥരും ജോയിൻറ്റ് ചീഫ് ഓഫ് സ്റ്റാഫ് ചെയർമാൻ ജനറൽ ഡാൻ കെയ്നും പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് മുന്നറിയിപ്പ് നൽകുന്നത്. ഇറാനെതിരെയുള്ള വ്യോമാക്രമണങ്ങൾ 10 ദിവസത്തിൽ കൂടുതൽ നീണ്ടുനിന്നാൽ നിർണായകമായ മിസൈലുകളുടെ ശേഖരം അപകടകരമായ രീതിയിൽ കുറയാൻ സാധ്യതയുണ്ടെന്നാണ് ഈ ഉദ്യോഗസ്ഥർ നൽകിയിരിക്കുന്ന മുന്നറിയിപ്പ്. ടോമോഹാക്ക് ക്രൂസ് മിസൈലുകൾ, ശത്രു മിസൈലുകളെ തകർക്കാൻ ഉപയോഗിക്കുന്ന ഇൻ്റർസെപ്റ്ററുകൾ എന്നിവയുടെ ശേഖരത്തെക്കുറിച്ചാണ് പ്രധാനമായും അമേരിക്കൻ ഉദ്യോഗസ്ഥർക്ക് ആശങ്കയുള്ളത്. ഇറാൻ മാസം തോറും 100 മിസൈലുകൾ വീതം നിർമ്മിക്കുമ്പോൾ അമേരിക്കയുടെ മിസൈൽ ഉൽപ്പാദന നിരക്ക് അതിലും ഏറെ താഴെയാണ് എന്ന് അമേരിക്കയുടെ സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ തന്നെ ചൂണ്ടിക്കാട്ടിയിരുന്നു. എന്നാൽ ഉദ്യോഗസ്ഥരുടെ മുന്നറിയിപ്പിനെ ട്രംപ് തള്ളിക്കളയുകയാണ്. അമേരിക്കയുടെ പക്കൽ അതിരുകളില്ലാത്ത ആയുധശേഖരമുണ്ടെന്നും എത്ര കാലം വേണമെങ്കിലും യുദ്ധം തുടരാൻ സജ്ജമാണ് എന്നുമാണ് ട്രംപ് തൻ്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ ട്രൂത്ത് സോഷ്യലിൽ കുറിച്ചത്. ട്രംപ് ഇങ്ങനെ പറയുമ്പോഴും ആയുധശേഖരം കൂട്ടാൻ $50 ബില്യൺ അടിയന്തര ബജറ്റിന് പെൻറ്റഗൺ തയ്യാറെടുക്കുന്നുണ്ട്. കൂടാതെ ആയുധ ഉൽപ്പാദനം വേഗത്തിലാക്കാൻ പ്രമുഖ പ്രതിരോധ കരാർ കമ്പനികളുമായി വൈറ്റ് ഹൗസ് ചർച്ചകളും നടത്തുന്നുണ്ട് എന്നുള്ള വാർത്തകൾ പുറത്തു വരികയാണ്.
അതായത് യുദ്ധം നീണ്ടുപോയാൽ ഇറാൻ മിസൈലുകളെ പ്രതിരോധിക്കാൻ അമേരിക്ക അമ്പേ പാടുപെടും എന്നതാണ് ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. കാരണം ഇറാൻ രണ്ടാം ഘട്ടത്തിലായിരിക്കും അവരുടെ മൂർച്ചയേറിയ ആയുധങ്ങൾ രംഗത്തിറക്കുക. അതുതന്നെയാണ് അവരുടെ പ്രതിരോധ വക്താവ് പറഞ്ഞു വെക്കുന്നത്. ഇസ്രയേലിന് വേണ്ടി ഇറാനെ ആക്രമിക്കാൻ ഇറങ്ങിയ ട്രംപിൻ്റെ പണി പാളിയെന്ന് യുദ്ധവിദഗ്ധർ പറയുന്നത് ഇതുകൊണ്ടുകൂടിയാണ്. ഇറാൻ്റെ പക്കൽ എത്രത്തോളം മിസൈൽ ശേഖരമുണ്ട് എന്നതിൽ ഇപ്പോഴും അമേരിക്കയ്ക്കും നെതന്യാഹുവിനും ഊഹമില്ല. ഇറാൻ്റെ മിസൈൽ ശേഖരവുമായി ബന്ധപ്പെട്ട് യുദ്ധവിദഗ്ധരും സാങ്കേതിക വിദഗ്ധരും സൈനിക വിദഗ്ധരും പറയുന്ന ചില കാര്യങ്ങളുണ്ട്. അതൊന്ന് പരിശോധിക്കാം. ഭൂമിക്കടിയിലെ 500 മീറ്റർ വരെ ആഴത്തിൽ നിർമ്മിച്ചിട്ടുള്ള മിസൈൽ സിറ്റികളിലാണ് ഇറാൻ മിസൈലുകൾ സൂക്ഷിച്ചിരിക്കുന്നത്. പർവ്വതങ്ങൾ തുരന്ന് നിർമ്മിച്ച ഈ കേന്ദ്രങ്ങളെ വ്യോമാക്രമണത്തിലൂടെ തകർക്കുക എന്നത് അതീവ ദുഷ്കരമാണെന്ന് വിദഗ്ധർ പറയുന്നു. അമേരിക്കയുടെയും ഇസ്രയേലിൻ്റെയും മിസൈലുകൾ കൂടുതൽ സാങ്കേതിക തികവുള്ളതാണെങ്കിൽ ഇറാൻ്റെ പക്കലുള്ള മിസൈലുകളുടെ വലിയ എണ്ണം ശത്രുവിൻ്റെ പ്രതിരോധ കവചങ്ങളെ തകർക്കാൻ പര്യാപ്തമാണ് എന്ന് വിശകലന വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു. അമേരിക്ക ഒരു മിസൈൽ തകർക്കാൻ ഉപയോഗിക്കുന്ന ഇൻ്റർസെപ്റ്റർ മിസൈലിന് അതായത് പ്രതിരോധ മിസൈലിന് ഏകദേശം 20 മുതൽ 30 കോടി രൂപ ചിലവാകുമ്പോൾ ഇറാൻ ഉപയോഗിക്കുന്ന ഡ്രോണുകൾക്കും മിസൈലുകൾക്കും അതിൻ്റെ 10-1 ചിലവ് മാത്രമേ വരുന്നുള്ളൂ എന്നുള്ള കാര്യവും നമ്മൾ ഓർക്കണം. ഇത് ദീർഘകാലം യുദ്ധം തുടരാൻ ഇറാനെ സഹായിക്കുന്നു. മിസൈലുകൾ എവിടെ നിന്നും വിക്ഷേപിക്കാൻ കഴിയുന്ന തരത്തിലുള്ള മൊബൈൽ ലോഞ്ചറുകൾ ഇറാൻ വ്യാപകമായി ഉപയോഗിക്കുന്നുണ്ട്. ഇവയെ കണ്ടെത്തുകയോ തകർക്കുകയോ ചെയ്യുന്നത് അമേരിക്കൻ ഇസ്രയേൽ സൈന്യത്തിന് വലിയ വെല്ലുവിളിയാണ്. ഇറാൻ്റെ പക്കലുള്ള ഫത്താഹ് പോലുള്ള ഹൈപ്പർസോണിക് മിസൈലുകൾ കണ്ടെത്താൻ നിലവിലെ റഡാർ സംവിധാനങ്ങൾക്ക് പ്രയാസമാണെന്നും അത് ഇസ്രയേലിന് വലിയ ഭീഷണിയാണെന്നും വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നു. ചുരുക്കത്തിൽ അമേരിക്കയുടെയും ഇസ്രയേലിൻ്റെയും കനത്ത ആക്രമണങ്ങൾക്കിടയിലും ഇറാൻ്റെ മിസൈൽ പ്രഹരശേഷി പൂർണ്ണമായും തകർക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നും അവർക്ക് ദീർഘകാലം അതുകൊണ്ട് തന്നെ തിരിച്ചടിക്കാൻ കഴിയുമെന്നുമാണ് ഭൂരിഭാഗം സൈനിക വിദഗ്ധരും അഭിപ്രായപ്പെടുന്നത്. ഇറാൻ ഇപ്പോൾ നടത്തുന്നത് ഒരു പരസ്പര പരീക്ഷണ യുദ്ധമാണ്. ശത്രുവിൻ്റെ പ്രതിരോധ മിസൈലുകൾ തീർക്കുക എന്നതാണ് ഇറാൻ്റെ ഇപ്പോഴത്തെ ലക്ഷ്യം. അമേരിക്കയുടെയും ഇസ്രയേലിൻ്റെയും പക്കൽ ഇൻ്റർസെപ്റ്റർ മിസൈലുകൾ കുറയുമ്പോൾ തങ്ങളുടെ പക്കലുള്ള ഏറ്റവും മാരകമായ ഹൈപ്പർസോണിക് മിസൈലുകൾ ഉപയോഗിച്ച് അന്തിമ പ്രഹരം നൽകാനാണ് ഇറാൻ പദ്ധതിയിടുന്നത് എന്നാണ് സൈനിക വിദഗ്ധർ വിലയിരുത്തുന്നത്. അതുകൊണ്ട് തന്നെ വ്യോമാക്രമണം നിർത്തി കരയുദ്ധത്തിലേക്ക് കടന്നാലും അവിടെയും ഇറാനാണ് മുൻതൂക്കമെന്ന് സൈനിക വിദഗ്ധർ പറയുന്നു. വലിപ്പത്തിൻ്റെ കാര്യം എടുത്താൽ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ 10ാമത്തെ സൈന്യമാണ് ഇറാൻ്റേത്. ഇറാൻ്റെ കരസേനയിൽ പ്രധാനമായും 2 വിഭാഗങ്ങളാണുള്ളത്. ഏകദേശം 3.5 ലക്ഷം അംഗങ്ങളുള്ള ഔദ്യോഗിക സൈന്യം, ഏകദേശം 1.5 ലക്ഷം മുതൽ 2 ലക്ഷം വരെ വരുന്ന അതിശക്തമായ റവല്യൂഷണറി ഗാർഡ് കോർപ്സ്, പിന്നെ യുദ്ധസമയത്ത് ഇറാന് വേണ്ടി പോരാടാൻ സന്നദ്ധരായിട്ടുള്ള ദശലക്ഷക്കണക്കിന് സാധാരണക്കാർ ഉൾപ്പെടുന്ന വൻ സന്നദ്ധ സേന. നേരിട്ടുള്ള യുദ്ധത്തേക്കാൾ തങ്ങളുടെ ഭൂപ്രകൃതി ഉപയോഗിച്ച് ഒളിപ്പോര് നടത്തുന്നതിൽ ഇവർ അതീവ വിദഗ്ധരാണ് എന്നാണ് ഇറാനെ അടുത്തറിയാവുന്ന സൈനിക ഉദ്യോഗസ്ഥരെല്ലാം പറയുന്നത്. കുന്നുകളും മലകളും നിറഞ്ഞ ഇറാൻ്റെ ഉൾപ്രദേശങ്ങളിലേക്ക് ഏതെങ്കിലും ശത്രു സൈന്യം കടന്നു കയറിയാൽ അവരെ വകവരുത്താൻ ഇവർക്ക് മികച്ച പരിശീലനം ലഭിച്ചിട്ടുണ്ട് എന്നുള്ളതും നമ്മൾ മനസ്സിലാക്കണം. ഇറാനെതിരെ ഒരു കരയുദ്ധത്തിന് അമേരിക്കയോ ഇസ്രയേലോ മുതിരാത്തതിൻ്റെ പ്രധാന കാരണം ഇറാൻ്റെ കരുത്തുറ്റ കരസേന തന്നെയാണ്. ഇറാൻ്റെ മണ്ണിൽ കടന്നു കയറി യുദ്ധം ചെയ്യുന്നത് അഫ്ഗാനിസ്ഥാനിലോ ഇറാഖിലോ ഉണ്ടായതിനേക്കാൾ വലിയ നാശനഷ്ടങ്ങൾ ശത്രു സൈന്യത്തിന്, അതായത് അമേരിക്കൻ സൈന്യത്തിനും ഇസ്രയേൽ സൈന്യത്തിനും ഉണ്ടാക്കുമെന്ന് പ്രതിരോധ വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നു. അതായത് നെതന്യാഹുവിൻ്റെ വാക്കും കേട്ട് ഇറാനെ ആക്രമിച്ച ട്രംപും കൂട്ടരും പത്മവ്യൂഹത്തിൽ പെട്ടിരിക്കുന്ന അവസ്ഥയിലാണ്. അതിനിടെ അമേരിക്കയ്ക്കെതിരെ കൂടുതൽ ലോകരാജ്യങ്ങൾ നിലപാട് കടുപ്പിക്കുകയുമാണ്. ഇറാനെതിരായ ആക്രമണത്തെ വിമർശിച്ച് സ്പെയിനിനെതിരെ ട്രംപ് ഭീഷണി മുഴക്കിയിരുന്നു. സ്പെയിനുമായുള്ള എല്ലാ വ്യാപാര ബന്ധങ്ങളും അവസാനിപ്പിക്കുമെന്നാണ് ട്രംപ് ഭീഷണിപ്പെടുത്തിയത്. എന്നാൽ ഇത്തരം ഭീഷണികൾക്ക് വഴങ്ങില്ല എന്നാണ് സ്പെയിൻ പ്രധാനമന്ത്രി പെട്രോ സാഞ്ചസ് വ്യക്തമാക്കുന്നത്. അതിനിടെ ഇറാനെതിരായ ആക്രമണത്തെ കടുത്ത അതൃപ്തിയോടെ പിന്തുണയ്ക്കുന്നുവെന്നാണ് കാനഡ പറയുന്നത്. ഇറാൻ്റെ ആണവ ഭീഷണിയും ഭീകരവാദ പിന്തുണയും തടയേണ്ടത് അത്യാവശ്യമാണെന്ന് കനേഡിയൻ പ്രധാനമന്ത്രി മാർക്ക് കാർണി പറയുന്നു. എങ്കിലും ഈ സൈനിക നടപടി അന്താരാഷ്ട്ര സംവിധാനങ്ങളുടെ പരാജയമാണെന്നും അദ്ദേഹം ഖേദത്തോടെ കൂട്ടിച്ചേർക്കുന്നു. ആക്രമണത്തിന് മുമ്പ് അമേരിക്ക തങ്ങളുമായി കൂടിയാലോചനകൾ നടത്തിയില്ല എന്നും കാർണി കുറ്റപ്പെടുത്തുന്നു. ഇറാന് മേലുള്ള ഈ ആക്രമണങ്ങൾ പ്രഥമദൃഷ്ട്യാ അന്താരാഷ്ട്ര നിയമങ്ങൾക്ക് വിരുദ്ധമാണ് എന്നും അദ്ദേഹം അഭിപ്രായപ്പെടുന്നു. അതായത് ഇറാനെതിരായ ആക്രമണത്തെ എല്ലാ അർത്ഥത്തിലും വിമർശിക്കുകയാണ് കാനഡയും ചെയ്തിരിക്കുന്നത്. അതിനിടെ ഇസ്രയേലിലും ഗൾഫ് മേഖലയിലും ഇറാൻ മിസൈലുകൾ കനത്ത നാശം വിതയ്ക്കുകയാണ്. ടെല്ലവീവിലാണ് ഇറാൻ മിസൈലുകൾ കൂടുതൽ നാശം വിതച്ചിട്ടുള്ളത്. ആളപായമൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല എങ്കിലും വലിയ തോതിൽ ആളുകൾക്ക് പരിക്കുണ്ട് എന്നാണ് അവിടെ നിന്നുള്ള റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഇറാൻ മിസൈലുകളെ പ്രതിരോധിക്കാൻ
ഇസ്രയേലിന് മിക്കപ്പോഴും കഴിയാത്ത സ്ഥിതിയുണ്ടെന്നും റിപ്പോർട്ടുകൾ പറയുന്നു. ജനങ്ങളെല്ലാം ബങ്കറുകളിൽ തുടരുന്നത് കൊണ്ടാണ് ആൾനാശം ഒഴിവാക്കാൻ പറ്റുന്നത്. പക്ഷേ ഇറാൻ ആക്രമണ തോത് കൂട്ടുന്നത് ഇസ്രയേലിനെ ഞെട്ടിപ്പിക്കുന്നുണ്ട്. ബെനി പ്രാങ്ക്, പെറ്റാഡുക്ക, ഹൈഫ എന്നിവിടങ്ങളിൽ, അത് നഗരങ്ങളുടെ പേരാണ്, അവിടങ്ങളിൽ ഇറാൻ ആക്രമണങ്ങൾ നാശനഷ്ടങ്ങൾ വലിയ തോതിൽ വരുത്തിയിട്ടുണ്ടെന്നും റിപ്പോർട്ടുകൾ പറയുന്നു. ഇസ്രയേലും കനത്ത വ്യോമാക്രമണം തിരിച്ചു തുടരുകയാണ്. ഇറാനേക്കാൾ ഉപരി ലെബനനിലെ ഹിസ്ബുള്ള കേന്ദ്രങ്ങളിലേക്കാണ് ഇസ്രയേൽ ഇപ്പോൾ ലക്ഷ്യമിടുന്നത്. ഹിസ്ബുള്ളയുടെ ഭാഗത്ത് നിന്ന് വലിയ രീതിയിലുള്ള മിസൈൽ വർഷമാണ് ഇസ്രയേലിലേക്ക് ഉണ്ടാകുന്നത്. അടുത്ത ദിവസങ്ങളിൽ യമനിലെ ഹൂതികളും ഇസ്രയേലിനെതിരെ ആക്രമണം നടത്തുമെന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഗൾഫ് മേഖലയിലെ അമേരിക്കൻ കേന്ദ്രങ്ങൾക്ക് നേരെയും ഇറാൻ ഡ്രോൺ ആക്രമണം തുടരുകയാണ്. അത് സമ്മർദ്ദ തന്ത്രത്തിൻ്റെ ഭാഗമായിട്ടാണ് എന്നാണ് വിലയിരുത്തപ്പെടുന്നത്. അതേസമയം ഇറാൻ നീക്കങ്ങൾക്ക് കരുത്തു പകർന്ന് അവരുടെ പുതിയ പരമോന്നത നേതാവിനെ ഉടൻ തിരഞ്ഞെടുക്കുമെന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരികയാണ്. ആയത്തുള്ള അലി ഖൊമേനിയുടെ രണ്ടാമത്തെ മകനായ മുസ്തഫ ഖൊമേനിയെ പുതിയ പരമോന്നത നേതാവായി തിരഞ്ഞെടുത്തതായി ഇസ്രയേലി മാധ്യമങ്ങളും അന്താരാഷ്ട്ര മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നു. എന്നാൽ ഇറാൻ ഔദ്യോഗികമായി ഇക്കാര്യം സ്ഥിരീകരിച്ചിട്ടില്ല. ഇറാൻ്റെ പരമോന്നത നേതാവിനെ തിരഞ്ഞെടുക്കാൻ അധികാരമുള്ള 88 അംഗ മതപണ്ഡിത സഭ കഴിഞ്ഞ ദിവസങ്ങളിൽ രഹസ്യമായും വെർച്വലായും, അതായത് ഡിജിറ്റലായും യോഗങ്ങൾ ചേർന്നിരുന്നു. ചൊവ്വാഴ്ച വൈകുന്നേരത്തോടെ ഇവർ മുസ്തഫയുടെ കാര്യത്തിൽ അന്തിമ തീരുമാനമെടുത്തു എന്നാണ് സൂചന. പുതിയ നേതാവിനെ തിരഞ്ഞെടുക്കുന്ന പ്രക്രിയ തടസ്സപ്പെടുത്താൻ വേണ്ടി ഇസ്രയേൽ കഴിഞ്ഞ ദിവസം ഖോമിലെ അസംബ്ലി ഓഫ് എക്സ്പേർട്സ് കെട്ടിടത്തിന് നേരെ വ്യോമാക്രമണം നടത്തിയിരുന്നു. പുതിയതായി വരുന്ന ഏത് നേതാവും തങ്ങളുടെ ലക്ഷ്യമായിരിക്കുമെന്ന് ഇസ്രയേൽ പ്രതിരോധ മന്ത്രി ഇസ്രയേൽ കാറ്റ്സ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. എന്നാൽ ഇതൊന്നും ഇറാൻ വകവയ്ക്കുന്നില്ല. സ്വന്തം ജീവൻ പോകാതെ നോക്കാനാണ് ഇസ്രയേൽ കാറ്റ്സിനോട് ഇറാൻ്റെ മറുപടി. ഗൾഫ് രാജ്യങ്ങളും തുർക്കിയും മധ്യസ്ഥ നീക്കങ്ങൾ മറുഭാഗത്ത് തുടരുന്നുണ്ട്. മധ്യസ്ഥത വഹിക്കാൻ തയ്യാറാണെന്ന് ദക്ഷിണാഫ്രിക്കയും അറിയിച്ചിട്ടുണ്ട്. പക്ഷേ കാര്യങ്ങൾ ഉടനെ ഒന്നും നിൽക്കുന്ന സാഹചര്യമില്ല എന്നാണ് അന്താരാഷ്ട്ര വിദഗ്ധരെല്ലാം പറയുന്നത്. കാരണം ഒരു ഭാഗത്ത് ഇറാൻ വളരെ വാശിയോടെ തിരിച്ചടിക്കുന്നു, മറുഭാഗത്ത് ട്രംപും നെതന്യാഹുവും വാശിയോടെ ആക്രമിക്കുന്നു. ഈ വീഡിയോ തയ്യാറാക്കുന്നത് വരെയുള്ള അപ്ഡേറ്റുകളും വിശകലനങ്ങളുമാണ് ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പുതിയൊരു വീഡിയോയുമായി വീണ്ടും എത്താം. എന്താണ് ഈ വിഷയത്തിലുള്ള നിങ്ങളുടെ അഭിപ്രായം? കമൻറ്റ് ചെയ്യുക. വാട്സപ്പിൽ പേജ് 10 സ്റ്റോറീസ് വീഡിയോകൾ കിട്ടാൻ കമൻറ്റ് ബോക്സിലുള്ള ലിങ്കുകൾ ക്ലിക്ക് ചെയ്യുക. വാട്സപ്പ് ചാനലിലോ വാട്സപ്പ് ഗ്രൂപ്പിലോ അംഗമാകാം. നന്ദി, നമസ്കാരം.